നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് റിലേഷൻഷിപ്പ് റീഡിങ്ങിൽ പേഴ്സൻ്റെ ഫീലിങ്സ് എടുക്കാം. ഇന്നത്തെ ദിവസത്തെ ഒരു എനർജി ചെക്ക് എന്ന രീതിക്ക് ഞാൻ ഡെയിലി നോക്കട്ടെ, എനിക്കത് ബോറിംഗ് ആയി തോന്നുക. ഡെയിലി ചെയ്യുമ്പോൾ ഒരേ കറണ്ട് ഫീലിങ്സ് പറഞ്ഞിട്ട് ഇന്നത്തെ ദിവസത്തെ ഓക്കെ നോക്കാം അല്ലേ. ലെറ്റ്സ് സീ. ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ എന്തായാലും ഇന്ന് എടുക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ എന്താ ഫീൽ ചെയ്യുന്ന ഈ റിലേഷൻഷിപ്പിൽ ഇന്ന് അവരുടെ ഭാഗത്തു നിന്ന് എന്തായിരിക്കും, അവർക്ക് എന്താ ആഗ്രഹം അല്ലെങ്കിൽ ആക്ഷൻ എന്തെങ്കിലും ഉണ്ടാവുമോ, എല്ലാം നോക്കാം നമുക്ക്. ഓക്കെ, ഇന്നത്തെ അവരുടെ ഫീലിങ്സ്, ഇന്ന് നിങ്ങളോടുള്ള ഫീലിങ്സ് പേഴ്സണിന് 5 wands. ഓക്കെ, എംപ്രസ്. ഇന്നത്തെ ഫീലിങ്ങിൽ അവർ വളരെ ആക്ച്വലി ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഇതാണ് എനിക്ക് കാണുന്നത്. മെയിനായിട്ട് നിങ്ങളെ കാണുന്നത് അവരൊരു ഫാമിലി പോലെ കാണുന്നുണ്ട്. ഓക്കെ, ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ ഒരു വൈഫ് മെറ്റീരിയൽ ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങളോട് വളരെ റൊമാൻറ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഓഫറുമായിട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു മെസ്സേജ്, ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു ഒരു സ്നേഹത്തോടെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു മെസ്സേജ് അങ്ങനെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് കാണുന്നുണ്ട്. 5 wands ഇവിടെ എന്താണ്? ഓക്കെ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇതുവരെ കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റി വെച്ചിട്ട് അവർ നിങ്ങളുടെ അടുത്തേക്ക് ഒരു ഓഫറുമായിട്ട് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നുണ്ട്. സന്തോഷങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഫാമിലി പോലെ എല്ലാം കാണുന്നുണ്ട്. എനിക്ക് വളരെ നല്ല കാർഡ്സാണ്. ഓക്കെ, അവർ യെസ് എ ഫൂൾ പോലെ ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് എല്ലാം മാറ്റി വെച്ച് വീണ്ടും നിങ്ങളോടൊരു റിന്യൂഡായിട്ട്, ഒരു നമ്മൾ പറയില്ലേ സ്നേഹത്തോടെ, ഒരു പുതിയ ഒരു എനർജിയോടെ, നമ്മൾ പറയില്ല ആദ്യം തൊട്ട് നമ്മൾ പരിചയപ്പെടുന്ന രീതിക്കെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം, ആ രീതിക്ക് അവരെല്ലാം കോൺഫ്ലിക്റ്റ് ഒക്കെ എൻഡ് ചെയ്ത് വീണ്ടും ഒരു സ്റ്റാർട്ട് എന്ന രീതിക്ക് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു റിസ്ക് എടുത്തിട്ടായാലും നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യണം, നിങ്ങളോട് സംസാരിക്കണം, നിങ്ങളുമായിട്ട് മുന്നോട്ട് വേണം എന്ന രീതിക്ക് അവർക്കൊരു ചിന്തയുണ്ട്. ഓക്കെ, സോ അവർ ഭാഗത്ത് ഐ തിങ്ക് നിങ്ങൾക്കൊരു കാരണം ഫൂൾ എന്ന് പറയുമ്പോൾ വളരെ ഫ്രീ മൈൻഡോടെ, വളരെ ഒന്നും ചിന്തിക്കാതെ എടുത്തു ചാടുന്ന ഒരു വ്യക്തി എന്നൊക്കെ പറയും നമ്മൾ. സോ ഇത് ഒരു പെട്ടെന്നൊരു മെസ്സേജ് വരാനുള്ള ഒരു സാധ്യതയാണ് ഇന്നത്തെ ദിവസം. ഓക്കെ, അത് വന്നില്ലെങ്കിൽ തന്നെ ഇവിടെ റീസൺ എന്തെങ്കിലും ഉണ്ടാവും. ഓക്കെ, അത് നമുക്ക് പിന്നെ പറയാം. നിങ്ങളെ കാണുന്ന കാരണം അവർക്ക് അത്രയും നിങ്ങളോടൊരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അത്രയും ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സ് ഇന്ന് അവരുടെ ഉള്ളിൽ ഒരുപാടുണ്ട്. മേ ബി നമ്മുടെ പൗർണമിയുടെയൊക്കെ എഫക്റ്റ് ആയിരിക്കാം, ഫുൾ മൂണിൻ്റെ എഫക്റ്റ് ആയിരിക്കാം. ഓക്കെ, എന്തായാലും ഇന്ന് അവർ ആ കോൺഫ്ലിക്റ്റ് എല്ലാം മാറ്റി വെച്ച് നിങ്ങൾ സംസാരിച്ച് തീർക്കണം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു വീണ്ടും ഒരു തുടക്കം കൊണ്ടുവരണം എന്ന രീതിക്ക് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അവർക്ക് ഫീലിങ്സും ഞാൻ പറഞ്ഞു വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സ് ആണ് ഇന്നത്തെ ദിവസം അവർ ഫീൽ ചെയ്യാൻ പോകുന്നത്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് നല്ല റൊമാൻറ്റിക് ആയിട്ടൊക്കെ അല്ലെങ്കിൽ ഒരു സ്നേഹത്തോടെയൊക്കെ ഫീൽ ചെയ്യും. ഓക്കെ, ക്വസ്റ്റ്യൻ ഞാൻ അവരുടെ ഇൻറ്റൻഷൻ, അവരെന്ത് ചെയ്യാനാണ് സാധ്യത നോക്കാം. എന്ത് ചെയ്യാനാണ് സാധ്യത? ഓക്കെ, ഇവിടെ ഈ റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇടണം എന്നവർക്കറിയാം. ഓക്കെ, റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇടണം, നിങ്ങൾ തമ്മിൽ ബെറ്റർ ആക്കണം എന്നൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട്. അതിന് പക്ഷെ തടസ്സമുണ്ട് ഇവിടെ. തടസ്സം ഡബിൾ എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സ് തന്നെയാണ്, അവരുടെ തന്നെ മൈൻഡ്, അല്ലെങ്കിൽ അവരുടെ തന്നെ നെഗറ്റീവ് ചിന്തകൾ, അല്ലെങ്കിൽ അവരുടെ തന്നെ പേടി എന്ന് പറയാം. പേടി എന്ന് പറയുമ്പോൾ അത് പല കാര്യങ്ങളായിരിക്കാം. അല്ലെങ്കിൽ ഒന്ന് നിങ്ങളെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും എന്നുള്ള പേടി, അല്ലെങ്കിൽ സംസാരിച്ച് കഴിഞ്ഞാൽ വീണ്ടും തെറ്റിയാലോ എന്നുള്ള പേടി, അല്ലെങ്കിൽ അവർ ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കേണ്ടി വന്നാലോ, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. ഓക്കെ, സോ അങ്ങനെ ചില പേടികൾ അവരെ സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് അറിയാം ഇതിൽ എഫേർട്ട് ഇടണം, ഞാൻ ചെയ്യണം എന്നൊക്കെ അവർക്ക് അറിയാം, ആഗ്രഹമുണ്ട്. പക്ഷെ ഇവിടെ ഡബിൾ എനർജി ഉണ്ട്. സോ ഒരല്പം ബ്ലോക്കേജ് ഉണ്ട് ഇവിടെ. ആഗ്രഹമുണ്ട്, റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇടണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കാർഡ് കൂടി എടുക്കാം. അവരുടെ ഇൻറ്റൻഷനാണ് നമ്മൾ നോക്കുന്നത്. എംപറർ. ഓക്കെ, പക്ഷേ ഒരല്പം ഹോൾഡിംഗ് ബാക്കാണ് കാണുന്നത്. യെസ്, ഞാൻ പറഞ്ഞില്ലേ, യെസ് ഇവിടെ ഹോൾഡിംഗ് ബാക്കാണ് കാണുന്നത്. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അവർക്ക് വേണമെന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വളരെയധികം അവരുടെ ഉള്ളിൽ റൊമാൻറ്റിക് ആയിട്ട് ഫീലിങ്സ് ഉണ്ട്. അവർക്ക് ശരിക്കും എടുത്ത് ചാടി നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യണം എന്നും തോന്നും. കുറച്ച് പേർക്ക് മെസ്സേജ് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് നിങ്ങൾ മാറ്റിവിടാം. ഇത് കേൾക്കുമ്പോഴും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക അല്ലേ, അങ്ങനെ എല്ലാം മാറ്റി വെച്ചിട്ട് ഇന്ന് അവരുടെ മനസ്സിലുള്ള തുറന്ന് പറയും എന്ന് നിങ്ങൾ മേ ബി കമ്മ്യൂണിക്കേഷൻ വരാം. ഓക്കെ, ഒരു മെസ്സേജെങ്കിലും വരാം. പക്ഷെ ഒരു ഫുള്ളായിട്ട് അങ്ങോട്ട് എക്സ്പ്രഷൻ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഫുള്ളായിട്ട് വളരെ ചിലപ്പോൾ പ്രാക്ടിക്കലായിട്ട് സംസാരിച്ചു എന്ന് വരാം. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കാര്യങ്ങൾ, ബിസിനസ്സോ ഓഫീസിനെ കുറിച്ചോ, അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ലൈഫ് എന്നൊക്കെ പറയില്ലേ, സുഖല്ലേ എന്നൊരു ചോദ്യം. സോ ആ രീതിക്ക് ഒരു വളരെ ഫോർമലായിട്ട് ചിലപ്പോൾ ഇവിടെ ഒരുപാട് വർക്ക് നടക്കുന്നുണ്ട് ചുറ്റും. പുതിയ കൺസ്ട്രക്ഷൻ ഏരിയ ആണ് ഇവിടെ മുഴുവൻ. ഓക്കെ, അതുകൊണ്ടാണ് അപ്പോൾ അവിടെ സൗണ്ടൊക്കെ വരും. ഞാൻ ജനൽ അടച്ചില്ല, എനിക്ക് കുറച്ച് ഒരു ഇത് വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ,
നല്ല സൗണ്ട്. ഓക്കെ, എംപറർ ഉണ്ട് ആൻഡ് 4 ഓഫ് കോയിൻസ് ഉണ്ട്. സോ അവർ ഹോൾഡ് ബാക്ക് ചെയ്യുന്ന ഒരു എനർജിയാണ് കിട്ടുന്നത് എനിക്ക്. ഒരു അല്പം, അതായത് തുറന്ന് സംസാരിക്കില്ല ചിലപ്പോൾ. ഈവൻ സംസാരിച്ചാൽ തന്നെ ഒരു റൊമാൻറ്റിക് എക്സ്പ്രഷൻ ഒന്നും അവർ കാണിക്കില്ല. മനസ്സിലുണ്ട്, പക്ഷെ അത് തുറന്ന് ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്തൊന്നും വരില്ല. എല്ലാം മനസ്സിൽ വെച്ചിട്ട് നിൽക്കും അവർ. ഒരു എംപറർ പോലെ, അതായത് കുറച്ചൊരു ഈഗോ ഒക്കെ കാണിക്കാം. നിങ്ങൾക്ക് തോന്നാം അവർ വെറുതെ ഒരു എന്താ പറയുക, ഒരു ഇതിനു വേണ്ടി വന്നാണോ എന്ന് വരെ നിങ്ങൾക്ക് തോന്നാം. എന്തെങ്കിലും പ്രാക്ടിക്കലായിട്ട് കാര്യം പറഞ്ഞിട്ട് ചിലപ്പോൾ വരും നിങ്ങളുടെ അടുത്ത്. എന്തെങ്കിലും ഹെൽപ്പ് ചോദിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പാസ്റ്റിൽ എന്തെങ്കിലും എടുത്തിട്ടിട്ട് നമ്മൾ പറയില്ല, ഒരു അവസരം ഉണ്ടാക്കും ഇവർ. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ മനസ്സിലുള്ള കാര്യങ്ങൾ ഫുള്ളായിട്ട് തുറന്ന് പറയൂല. ഓക്കെ, അത്തരത്തിലുള്ള ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്കുള്ള അഡ്വൈസ് എടുക്കാൻ ഞാൻ, അതാ നല്ലത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഓക്കെ, 7 ഓഫ് സോർഡ്സ്, 2 ഓഫ് wands, Princess ഓഫ് coins. ഓക്കെ, നിങ്ങളോടും പറയുന്നത് അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നോ അതേപോലെ നിങ്ങളും ചെയ്യൂ. അവോയ്ഡ് ചെയ്യണ്ട. ഓക്കെ, അവരെ മെസ്സേജ് വന്നാലും നിങ്ങൾ അവോയ്ഡ് ചെയ്യണ്ട. ഓക്കെ, മാറി നിൽക്കുകയൊന്നും വേണ്ട. റിപ്ലൈ കൊടുക്കാം, പക്ഷേ നിങ്ങളും ഒരല്പം പ്രാക്ടിക്കലായിട്ട് മാത്രം ചെയ്യാം. ഓക്കെ, തിരിച്ച് അവർ എന്ത് രീതിയിൽ നിങ്ങളോട് സംസാരിക്കുന്നു അതേ രീതിയിൽ നിങ്ങൾ തിരിച്ച് സംസാരിക്കും. ഇപ്പോൾ അതായത് അവർ എന്തെങ്കിലും ജോലിയുടെ കാര്യം ചോദിച്ചാൽ വർക്കിനെ കുറിച്ച് മാത്രം പറയാം, വേറെ ഒന്നും ചോദിക്കാൻ നിൽക്കണം, പേഴ്സണൽ ഒന്നും ചോദിക്കരുത്. അതുപോലെ റിപ്ലൈ പെട്ടെന്ന് എടുത്ത് ചാടിയൊന്നും കൊടുക്കണ്ട, മെല്ലെ കൊടുത്താൽ മതി. സ്ലോ എനർജിയാണ്. പ്രിൻസസ് ഓഫ് കോയിൻസ് ഒക്കെ പറയുമ്പോൾ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ ഒക്കെ എനർജിയാണ് സ്ലോ എനർജി എന്ന് പറയും. ഓക്കെ, വളരെ മെല്ലെ മതി. അതായത് ഇപ്പോൾ ഒരു മെസ്സേജ് ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞ് കൊടുത്താൽ മതി. ഓക്കെ, ഇതൊക്കെ പറഞ്ഞ് എന്നെ എടുത്ത് എല്ലാവരും കൂടി ഇതാവും. ഓക്കെ, മെല്ലെ പതുക്കെ കുറച്ച് കഴിഞ്ഞിട്ട് തുറന്നാൽ മതി. കുറച്ച് കഴിഞ്ഞിട്ട് കണ്ടാൽ തന്നെ ചിലപ്പോൾ അപ്പം തന്നെ റിപ്ലൈ കൊടുക്കണ്ട, ഒരല്പം ഡിലേ ചെയ്തിട്ട് പിന്നെ കൊടുത്താൽ മതി. ഓക്കെ, മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അവോയ്ഡ് ചെയ്യണ്ട, നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട. ബിക്കോസ് അവരുടെ തന്നെ സ്വഭാവമാണ് ഈ അവോയ്ഡിങ്, റിപ്ലൈ തരാതിരിക്കൽ, സൈലൻ്റ് ആവില്ല, അതൊക്കെ അവരുടെ സ്വഭാവമാണ്. അതുപോലെ നമ്മളാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഓക്കെ, അങ്ങനെ ആവാതിരിക്കുക. ആക്ച്വലി അതൊന്നും നമുക്ക് ചെയ്യില്ല, നമുക്കതൊന്നും സാധിക്കില്ല. ഓക്കെ, നിങ്ങൾക്ക് എനിക്കറിയാം. സോ വിട്ടേക്കും. ഓക്കെ, നിങ്ങൾ അതിനൊന്നും മെനക്കെടാൻ നിൽക്കണ്ട. അവർ ഹൈഡ് ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങൾ, അവർ മറക്കുന്നുണ്ട്. നിങ്ങൾ പക്ഷേ അത് ആ ഒരു ഹൈഡിങ് എനർജിയിലേക്ക് നിങ്ങൾ പോകണ്ട, അവോയ്ഡ് ചെയ്യേണ്ട. ഓക്കെ, പക്ഷെ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യുക. സൈലൻ്റായിട്ട് നിൽക്കുക, മീൻസ് അധികം സൈലൻ്റായിട്ട് നിൽക്കണ്ട, പക്ഷെ മറുപടിയൊക്കെ മെല്ലെ കൊടുത്താൽ മതി, അല്ലെങ്കിൽ സ്ലോ ആയിട്ട് ചെയ്താൽ മതി. 2 wands നിങ്ങൾ ഐ തിങ്ക് കുറച്ച് കൺഫ്യൂസ്ഡ് ആവും. നിങ്ങളും വേണോ വേണ്ടേ ചോയ്സ് നിങ്ങളുടെ കയ്യിലാണ് കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യരുത്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് തെറ്റില്ല, റിപ്ലൈ കൊടുക്കണം എന്ന് തോന്നിയാൽ റിപ്ലൈ കൊടുക്കാം. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് തീരുമാനമുള്ളത്. പക്ഷെ ചെയ്യുകയാണെങ്കിൽ തന്നെ ഇങ്ങനെ ചെയ്യും, ഞാൻ പറഞ്ഞ പോലെ ചെയ്യും. ഓക്കെ, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് ഇരിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ റിപ്ലൈ കൊടുക്കണ്ട, നിങ്ങൾ മാറി നിന്നോളൂ, വിരോധമില്ല. ഓക്കെ, സോ തിങ്ക്, നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാം. കുറച്ചുകൂടി അഡ്വൈസ് നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾ എന്താണ് ചെയ്യേണ്ട ഈ സിറ്റുവേഷനിൽ? ഒറക്കിൾ എടുക്കുന്നില്ല നിങ്ങൾക്ക്. അഗൈൻ 7 ഓഫ് കപ്സ്, ചാരിയറ്റ് ഒന്നുകൂടി നിങ്ങൾക്ക് വേണ്ടി. ഇത് ഞാൻ എന്ത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെന്ന് എനിക്കും അറിയില്ല കേട്ടോ. എന്തോ ഒരു തോന്നല്, ആദ്യമായിട്ടാണ് ഞാനും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ക്വീൻ ഓഫ് സോർഡ്സ് എനർജി. ഫൈൻ. സി, നിങ്ങളുടെ മേലെ ബേർഡൻ എടുക്കണ്ട. ഓക്കെ, നിങ്ങളുടെ മേലെ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് എഫേർട്ട് വരട്ടെ. ഓക്കെ, അവരുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ അതും ഒരു ദിവസം മെസ്സേജ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, നിങ്ങൾ അപ്പോഴേക്കും അങ്ങനെ ഫുള്ളായിട്ട് അങ്ങോട്ടെല്ലാം ചെയ്യണം നിർബന്ധമില്ല. വെയിറ്റ് ചെയ്യൂ, വാച്ച് ചെയ്യൂ, അത് കൺസിസ്റ്റൻ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കൂ. ആക്ച്വലി പ്രിൻസസ് ഓഫ് കോയിൻസ് ഒക്കെ നമ്മൾ പറയുന്നത് കൺസിസ്റ്റൻസി, അതായത് ഡെയിലി റെഗുലറായിട്ട് ചെയ്യാം. എപ്പോഴും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടോ, കുറച്ച് ദിവസമൊക്കെ നോക്കൂ. നിങ്ങൾ ഇടയ്ക്ക് അങ്ങോട്ട് ചെയ്യേണ്ട എന്നല്ല, പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് കൂടുതലായിട്ട് ആ ഒരു ഇത് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കൂ. എൻ്റെ ഇവിടെ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഈ ഒരു ഭാരം, ആ റിലേഷൻഷിപ്പിൻ്റെ ഭാരം നിങ്ങളുടെ മേലെ എടുക്കാതിരിക്കുക ഫുള്ളായിട്ട്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ തളർന്നു പോകുന്നത്. ഓക്കെ, അങ്ങനെ അവർ രണ്ട് ഭാഗത്തുനിന്നും എഫേർട്ട് വേണം എപ്പോഴും. എന്ന് വെച്ചാൽ നമ്മൾ നിർബന്ധിക്കുകയല്ല, ഒരാളുടെ ഇഷ്ടം കൊണ്ട് അവർ ചെയ്യണം. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി ചെയ്യും. അങ്ങനെയാണ്, നമ്മൾ പറയേണ്ട ആവശ്യമില്ല അല്ലേ. സോ ഇവിടെ കാണുന്നത് എനിക്ക് 7 ഓഫ് കപ്സ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് ഐ തിങ്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, നിങ്ങൾ ഒരുപാട് വിഷസ് ഉണ്ട് നിങ്ങൾക്ക്. ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഇവിടെ മുന്നോട്ട് ഈ റിലേഷൻഷിപ്പ് പോകണമെങ്കിൽ ഈ നമ്മൾ ചാരിറ്റിൽ ഇവിടെ നോക്കണ്ട, നമ്മൾ നോർമൽ കാർഡിൽ ശരിക്കും ടാരോൻ്റെ കാർഡ് ഇവിടെ 2 കുതിരയാണ് ഉണ്ടാവുക. എനിക്ക് 2 പേരും ഒപ്പം വലിക്കണം അല്ലേ. ഒപ്പം വലിച്ചാൽ മാത്രമേ ഒരു കുതിര ഒരേ ഡയറക്ഷനിൽ മുന്നോട്ട് അതിൽ പോകുള്ളൂ. സോ അതുപോലെ നിങ്ങളാവാം. ഓക്കെ, നിങ്ങളുടെ ചോയ്സ് നിങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങൾക്ക് വേണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. പേഴ്സൻ്റെ ഭാഗത്തുനിന്നുള്ള എഫേർട്ടും അതുപോലെ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കിയ ശേഷം മാത്രം നിങ്ങളതിനെ മുന്നോട്ട് നിങ്ങളൊരു ഓവർ എക്സൈറ്റഡ് ആവണ്ട. ഓക്കെ, നിങ്ങളല്ല ഡിസ്റ്റൻസ് വെക്കാം. നിങ്ങളോട് വരുന്ന ക്വീൻ ഓഫ് സോർഡ്സ് ആണ്. ക്വീൻ ഓഫ് സോർഡ്സ് എനർജി എന്ന് പറയുമ്പോൾ ദേഷ്യം കാണിക്കില്ലല്ല, ദേഷ്യമല്ല, നിങ്ങൾ സ്ട്രെങ്ത്. ഓക്കെ, അതായത് നിങ്ങളുടെ ഒരു പവർ. ക്വീൻ ആവണമെന്നില്ല, ഈവൻ കിങ് ആയാലും
നിങ്ങൾ നിങ്ങളുടെ ഒരു പവറിൽ നിൽക്കുക. നിങ്ങളുടെ ഒരു പവർ എന്ന് പറയുമ്പോൾ ഒരുപാട് ഓവർ ഗിവിങ് ചെയ്യാതിരിക്കുക. ക്വീൻ ഓഫ് കപ്സ് ഒക്കെ എങ്ങനെയാണ്? ക്വീൻ ഓഫ് കപ്സ് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഒരുപാട് അങ്ങോട്ട് വളരെ സ്നേഹം, കെയറിങ് എല്ലാം നമ്മൾ കുറച്ച് ഇങ്ങോട്ട് കിട്ടുമ്പോഴേക്കും അവിടെ അതിൻ്റെ ഡബിളും ട്രിപ്പിളും നമ്മൾ അങ്ങോട്ട് കൊടുക്കും. 3 ഇരട്ടി നമ്മൾ അങ്ങോട്ട് കൊടുക്കും, 10 ഇരട്ടി വേണമെങ്കിൽ അങ്ങോട്ട് കൊടുക്കും അല്ലേ? സോ അങ്ങനെ ആവാതിരിക്കുക. ഓക്കെ, നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ കൂടി നിങ്ങൾ നോക്കാൻ. ഞാൻ ഇപ്പോഴാണ് ഇതെല്ലാത്തിലും എനിക്ക് നോക്കുമ്പോൾ അതിലും ഡോഗ്സ് ഉണ്ട്. ഓക്കെ, പ്രൊട്ടക്ഷൻ കാണുന്നുണ്ട്. നിങ്ങൾ നിങ്ങളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ ഇനിയും വേദനിക്കേണ്ട ഒരിട വരരുത്. സോ അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാം. ഇൻവോൾവ് ആവണ്ട എന്നല്ല, വിട്ടുമാറി പോകാനും അല്ല, ആളോട് ദേഷ്യപ്പെട്ട് തർക്കിക്കാൻ നിൽക്കാനൊന്നും അല്ല പറയുന്നത്. പക്ഷേ ക്വീൻ ഓഫ് സോർഡ്സിൻ്റെ ഒരു പവർ ഉണ്ട്. അതായത് നമ്മളൊരു പറയുന്ന വാക്കുകൾ അളന്നു നോക്കി സംസാരിക്കുക. കാരണം ഇത് പെട്ടെന്ന് നമ്മൾ മുറിവേൽപ്പിക്കുന്ന തരത്തിൽ സംസാരിച്ചു പോകും. സോ അത് സൂക്ഷിക്കാനുണ്ട് നിങ്ങൾ. എന്ന് മാത്രമല്ല, നിങ്ങൾ പക്ഷേ നിങ്ങളുടെ തന്നെ പ്രൊട്ടക്ഷൻ നോക്കുകയും ചെയ്യുക എന്ന രീതിക്ക്. ഒരുപാട് മനസ്സിപ്പോൾ തന്നെ അങ്ങോട്ട് ഫുള്ളി ഇമോഷണലായിട്ട് അറ്റാച്ച്ഡ് ആവണ്ട എന്ന രീതിക്കാണ്. ഓക്കെ, ഐ ഹോപ്പ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരല്പം ഗൈഡൻസ് കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി വേറെ റീഡിങ്സ് ആയിട്ട് ഇനിയും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.